ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചില ആളുകൾ ഡൗട്ട്സ് ചോദിച്ചിരുന്നു, ബേസിക് കാര്യങ്ങൾ, എസ്പെഷ്യലി സ്ട്രിങ് ഫംഗ്ഷൻ ആണ് എനിക്ക് തോന്നിയത്. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ അതിൽ ചെയ്യുന്നത്രേ ഉള്ളൂ. ഇപ്പോൾ സ്ട്രിങ്ങിന് ഒരുപാട് സിമ്പിൾ ഫങ്ഷൻസ് ഉണ്ട്. സ്ട്രിങ് str ഈസ് ഈക്വൽ ടു വെൽക്കം എന്ന് കൊടുത്ത്, ഇനി str ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ സിമ്പിൾ എക്സാമ്പിൾ ആണ് ക്യാർ അറ്റ് എന്നുള്ളത്. ക്യാർ അറ്റ് ഇൻഡെക്സ് എന്നുള്ളതാണ് ഇവിടെ വരിക. ഫൈൻ. നമ്മൾ ക്യാർ അറ്റ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യുന്ന നോക്കാം. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം നമ്മൾ ഇത് കൊടുക്കുക, str ഡോട്ട് ക്യാർ അറ്റ് 0. ഇത്രേ ഉള്ളൂ, ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ ഇൻഡെക്സ്. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഓക്കെ 0 ഇൻഡെക്സിൽ എന്താണ് വരിക? 0 ഇൻഡെക്സിൽ നമുക്കറിയാം വെൽക്കമിൽ w ആണുള്ളതെന്ന് അറിയാം അല്ലേ. ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ഫയൽ എന്ന് കൊടുത്തു. അപ്പോൾ റിസൾട്ട് നമുക്ക് ഇവിടെ കാണാം, w എന്ന് കാണാൻ പറ്റും. ഓക്കെ, w ഇത് കാണാൻ പറ്റും റിസൾട്ട്. സിമിലർലി ക്യാരറ്റ് 1 കൊടുത്തു. ക്യാരറ്റ് 1 അവിടെ റിസൾട്ടിൽ ഇ എന്ന് പ്രിന്റ് ചെയ്തു. രണ്ടാമത്തെ ലെറ്റർ ആണ് ഇ എന്ന് വന്നത്. സിമിലർലി ഇതുപോലുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസ് ഉണ്ട്, വളരെ സിമ്പിൾ ഫങ്ഷൻസ് ആണ്. വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഓരോ കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റിൽ പ്രോഗ്രാമിൽ ചെയ്തപ്പോൾ ഒന്ന് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇത്, ക്യാരറ്റ് എന്നുള്ള മെത്തേഡ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഈ ലിങ്കിൽ പോലെ കാണാൻ പറ്റും, ജാവ സ്ട്രിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ക്യാരറ്റ് എന്നുള്ള ആ ഒരു സിമ്പിൾ ഫംഗ്ഷൻ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ. ഓക്കെ, ടോട്ടൽ സ്ട്രിങ്ങിൻ്റെ ഒരു പൊസിഷനിലെ ക്യാരക്ടർ നമുക്ക് കിട്ടും, അത് ക്യാരറ്റ്. അതുപോലെ ഈക്വൽ ഇഗ്നോർ കേസ്, നമ്മൾ രണ്ട് സ്ട്രിങ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇഗ്നോർ കേസ് എന്നതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കേസ് എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യൂല. ലൈക്ക് ഇവിടെ നോക്കാം, സ്ട്രിങ് str is equal to ജാവ. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് രണ്ടും കമ്പയർ ചെയ്യണം. ഏത് രണ്ടും കമ്പയർ ചെയ്യുന്നത്? ഇവിടെ ഇത് രണ്ടും അല്ലേ. സ്ട്രിങ് str1 str1 or 2 str2. ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് എന്താണ്? ജാവ എന്നാണ് അല്ലേ. ഈ str2 ഡോട്ട് ഈക്വൽ ഇഗ്നോർ കേസ്, ഈ str2ൻ്റെ അകത്തുള്ളത് വേറൊരാളായിട്ട് എന്ത് ചെയ്യണം? വേറെ സ്ട്രിങ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഇവിടെ ജാവ ക്യാപിറ്റലാണ് കൊടുത്തത്, ഇവിടെ എന്ത് ചെയ്യുക? ജാവ സ്മോളാണ് കൊടുത്തത് അല്ലേ. നമ്മളിത് റൺ ചെയ്ത് നോക്കാം. റിസൾട്ടിന് താഴെ കാണാം ട്രൂ ആണ് അല്ലേ. അപ്പം എന്താ, ഇത് രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ കാരണം കൊടുത്തത് ഈക്വൽ ഇഗ്നോർ കേസ്. കേസ് നോക്കാതെ എന്ത് ചെയ്യാം? അതായത് ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ എന്ന് നോക്കാം, എന്തെങ്കിലും കമ്പയർ. ഓക്കെ, മീൻസ് ഫോർ എക്സാമ്പിൾ str1 ഉണ്ട്, str ഉണ്ട്, str2 ഉണ്ട് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആണെങ്കിൽ പ്രിന്റ് സിസ്റ്റം ഡോട്ട് ഡോട്ട് പ്രിന്റിനകത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? str ഡോട്ട് കണ്ടോ, ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരുപാട് ഫങ്ഷൻസ്. അപ്പോൾ ഈക്വൽ ഇഗ്നോർ കേസ് സെലക്ട് ചെയ്യാം. ഈക്വൽ ഇഗ്നോർ കേസ് ഓഫ് str2. അതിൻ്റെ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ത് റിട്ടേൺ ചെയ്യും? ഒരു ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യും. ഇനി നമുക്കിത് ഒരു ഇഫിലിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കും, ഇഫ് str ഡോട്ട് ഈക്വൽ ഇഗ്നോർ കേസ് ഓഫ് str2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, str എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉള്ള വെൽക്കം, ഓക്കെ, str2 എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ജാവ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യണം. നമുക്ക് പ്രിന്റ് ചെയ്യാം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈക്ക് ദേ ആർ ഈക്വൽ, അവർ ഈക്വൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അവർ ഈക്വൽ അല്ല എന്ന് പറയാം. എൽസ് നമുക്ക് പറയാം ദേ ആർ നോട്ട് ഈക്വൽ. ഓക്കെ, ഇവിടെ നമുക്ക് കൊടുക്കാം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ദേ ആർ നോട്ട് ഈക്വൽ എന്ന് പറയാം. ഓക്കെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് നോട്ട് ഈക്വൽ. ഓക്കെ, അത്ര അതിൻ്റെ കാര്യമുള്ളൂ. ഓക്കെ, ഓരോ ഫംഗ്ഷൻ ഈക്വൽ ഇഗ്നോർ കേസ്, അതുപോലെ ക്യാരക്ടർ അറ്റ്, ഇത് രണ്ടും സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. രണ്ടിന് യൂസ് നമ്മൾ പറഞ്ഞു. ഈ ഇൻഡെക്സ് ഓഫ്, ഓക്കെ, റിട്ടേൺ ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് എ സബ്സ്ട്രിംഗ്. അതായത് നമ്മളിങ്ങനെ നോക്കാം, സ്ട്രിംഗ് ഈസ് ഈക്വൽ ടു ഇതാണ്. മുന്നുള്ള പ്രീവിയസ് നമ്മൾ റിമൂവ് ചെയ്യണം. സ്ട്രിംഗ്
str is equal to some text. ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, str dot index of u. മനസ്സിലായോ? അതൊരു സബ്സ്ട്രിങ്ങിനെ നമ്മൾ നോക്കുകയാണ്, സബ്സ്ട്രിങ് ഇതിൻ്റെ അകത്ത് ഉണ്ടോ നോക്കുകയാണ്. ഉണ്ടെങ്കിൽ ഇപ്പോൾ u എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് എന്താണോ അതാണ് നമുക്ക് ഇവിടെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റലിന് നമുക്കാണ് ഇങ്ങനെ കൊടുക്കുക, ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഇൻഡെക്സ് ഈസ് ഐ എന്ന് കൊടുക്കാം. ഇവിടെ പ്രിന്റ് ചെയ്യാം, ഇൻഡെക്സ് ഈസ് ഐ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം അതിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു സബ്സ്ട്രിങ്, വലിയ മെയിൻ സ്ട്രിങ് ഇത് str. ഓക്കെ, അതിൻ്റെ സബ്സ്ട്രിങ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ആരാണ്, ഈ ചെറിയ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഈ വലിയ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഈ ചെറിയ സ്ട്രിങ് ഇതിൻ്റെ അകത്ത് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് എത്രയാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു സിമ്പിൾ ഫംഗ്ഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്താൽ ഇത് കാണാം, ഒരു ഇൻഡെക്സ് ഈസ് 2 എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ വേറെ യു എന്നുള്ള ടീൻ്റെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒക്കറൻസ് ഏതാണോ അതാണ് വരിക. ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇവിടെ 1-ലാണ് ടീനെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ 1 ആണ്. മനസ്സിലായില്ലേ, 0 സ്റ്റാർട്ട് ചെയ്ത് 0 ലെസ് ആണ്, 1 ടി ആണ്. അതാണ് ഇൻഡെക്സ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ. സിമിലർലി ലെങ്ത് എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടും, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കണ്ടോ, ഒരു സ്ട്രിങ് ഡിക്ലെയർ str equal to count me. str എന്നുള്ള പേരിനെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ, എന്ത് പേര് യൂസ് ചെയ്യാം. str ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ലെങ്ത് ഇൻറ്റീജർ ആയിട്ട് കിട്ടും. ഉള്ളത് ഡയറക്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, കൗണ്ട് മീ ഇതിൻ്റെ ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, 8 ആണുള്ളത് അല്ലേ. അവിടെ റിസൾട്ട് വന്നു. str ഡോട്ട് ലെങ്ത് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ച് എന്ത് ചെയ്യും, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടും. സിമിലർലി റീപ്ലേസ് എന്നുള്ളത്, റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വരിക, ഇപ്പം ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് കാണുന്ന ഫസ്റ്റ് കാണുന്നതിനെ രണ്ടാമത് കാണുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ദിസ്. അപ്പം str equal to change me എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താ, str ഡോട്ട് റീപ്ലേസ് ഓഫ് എം. ഫസ്റ്റ് ഉള്ളതിനെ എന്ത് വെച്ചിട്ട് ചെയ്യണം, രണ്ടാമത്തെ വെച്ച് റീപ്ലേസ് ചെയ്യണം. അതായത് ചെറിയ എമ്മുകൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ എമ്മിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്തിട്ട് വലിയ എമ്മാക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് പ്രിന്റ് ചെയ്യും, ചേഞ്ച് മീ. ഇത് നമ്മൾ വേറൊരു സ്ട്രിങ്ങിലേക്ക് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വേറെ സ്ട്രിങ് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ സ്ട്രിങ് s2 ഈസ് ഈക്വൽ ടു, ഓക്കെ, str ഡോട്ട് റീപ്ലേസ് ഓഫ്, ഓക്കെ, സേ ലൈക്ക് ഇതിൽ h എന്ന് കാണാത്തല്ല എന്ത് ചെയ്യണം, ബി ആക്കി മാറ്റണം. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ആണെങ്കിൽ സെലക്ട്, നമുക്കത് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, s2 പ്രിന്റ് ചെയ്യാം. രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ചേഞ്ചിലെ എച്ചിലെ അടുത്ത് എന്തായി, ബി ആയിട്ട് മാറും അല്ലേ. ഇവിടെ ചേഞ്ചിലെ എച്ചിലെ അടുത്ത് ബി ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ സ്മോൾ എം ഉള്ള അടുത്ത് എന്തായി, ക്യാപിറ്റൽ എം ആയിട്ട് മാറും. അതാണ് സിമ്പിൾ റീപ്ലേസ് ഫംഗ്ഷൻ. പിന്നുള്ളത് സബ്സ്ട്രിങ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രിങ്, ഒരു ഏരിയ ഓഫ് സബ്സ്ട്രിങ് നമുക്ക് കിട്ടാനുള്ള രൂപമാണ് ഇത് രണ്ടും. ഓക്കെ, ഇതിൽ രണ്ട് രൂപമുള്ളത്. സബ്സ്ട്രിങ് ബിഗിൻ മാത്രം കൊടുക്കുക, ഇൻഡെക്സ് കൊടുക്കുക, അല്ലെങ്കിൽ ബിഗിനിങ് എൻഡിങ് കൊടുക്കുക. അപ്പോൾ ബിഗിനിങ് മുതൽ എൻഡ് വരെയുള്ള ആ ഇൻഡെക്സ് എന്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. നമ്മുടെ കയ്യിലിവിടെ സ്ട്രിങ് ഉണ്ട്. ഓക്കെ, ആ സ്ട്രിങ്ങിൽ നിന്ന് എന്ത് ചെയ്യണം, നമുക്കൊരു സബ്സ്ട്രിങ് കിട്ടണം, എൻ്റെ അടുത്ത് തരണം. അപ്പോൾ ഇവിടെ നമ്മൾ ലൈക്ക് ദിസ്, ഇതാണ് നമ്മുടെ സ്ട്രിങ്, str എന്നുള്ള നമ്മുടെ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സബ്സ്ട്രിങ് പ്രിന്റ് ചെയ്യാണ്. 4ാമത്തെ ഇൻഡെക്സ് മുതൽ എന്ത് ചെയ്യണം, ഓക്കെ, 4ാമത്തെ മുതൽ എൻഡ് വരെ പ്രിന്റ് ചെയ്യണം. രണ്ടാമത്തിൽ പറയുന്നത് 4ാമത്തെ മുതൽ 7ാമത്തെ വരെയുള്ള എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, കണ്ടോ, 4ാമത്തേത് മുതൽ 7ാമത്തേത് വരെ. ഇവിടെ ആണെങ്കിൽ 4ാമത്തെ മുതൽ ലാസ്റ്റ് വരെയുള്ള കംപ്ലീറ്റ് സ്ട്രിങ് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ. ഇതിൽ 4ാമത്തതിൽ എൻഡ് പറയുന്നില്ല, അപ്പോൾ എല്ലാം അവസാനം വരെ പോകും. രണ്ടാമത്തേത് എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ ഇൻഡെക്സ് എത്ര നമ്മൾ കൊടുത്തത് അത് വരെ പോകും. ഓക്കെ, അപ്പോൾ 7 എന്നുള്ളത് വരില്ല, 7ാമത്തേത് വരില്ല, 7ാമത്തതിന് തൊട്ട് മുന്നുള്ളത് വരെയാണ് വരിക. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെയുള്ള 2 ലോവർ കേസ്, അതായത് ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യും, ലോവർ കേസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ആ str ഡോട്ട് 2 ലോവർ കേസ് ആണ് എന്ത് ചെയ്യും, അതിന് നേരെ ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ സ്ട്രിങ് ഈക്വൽ ടു ഇങ്ങനെയാണ് വിചാരിക്കുക, ലൈക്ക് ക്യാപ്സ് ഉണ്ട്, സ്മോൾ ഉണ്ട്. ഇപ്പോൾ ഡോട്ട് 2 ലോവർ കേസ് എന്ന് പറഞ്ഞാൽ str ഡോട്ട് 2
ടു ലോവർ കേസ് ഉണ്ടോ, ടു ലോവർ കേസ് എന്ന് എന്ത് ചെയ്യും, അതിനെ ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ സ്ട്രിങ്ങിലേക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് അത് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ ആണ്, ഇങ്ങനെ കൊടുക്കും. അതുപോലെ ടു അപ്പർ കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ വാല്യൂ ഓഫ്, ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്ട്രിങ് ആയിട്ട് കിട്ടും. ഓക്കെ, അതായത് ഇൻറ്റീജറിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ കാണാം ഇൻറ്റ് നം ഈക്വൽ ടു 35. ഈ നം എന്നുള്ളത് ഇത് ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻറ്റീജർ ആണല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യണം, S1 എന്നുള്ള സ്ട്രിങ്ങിലേക്ക് സേവ് ചെയ്യണം എന്ന് വിചാരിക്കും. എന്ത് ചെയ്യാം, സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് എന്നുള്ള ഫംഗ്ഷൻ പോലെ സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് നം. അപ്പോൾ ഈ ഇൻറ്റീജറിനെ സ്ട്രിങ്ങായി കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരും. അതല്ല, അതിന് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണ്, പ്ലസ് എന്നുള്ള മെത്തേഡാണ്. നമ്മൾ നോർമലി പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്ലസ് എന്നുള്ള യൂസ് ചെയ്യും. അതൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ ഇൻഡെക്സ് ഈക്വൽ ടു 10. ഓക്കെ, നമ്മൾ സ്ട്രിങ് w1 ഈസ് ഈക്വൽ ടു സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ എക്സിനെ എന്താക്കി ഇവിടെ സ്ട്രിങ് ആയി മാറ്റി w1 സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ പ്രിന്റ് ചെയ്യാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ലേ. ഓക്കെ, വാല്യൂ ഈസ്, ഇത് ശരിക്കും ഒരു സ്ട്രിങ് ആണ്, വാല്യൂ ഈസ് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, എക്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ സംഭവിക്കണേ, ഈ എക്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്ത് ചെയ്യും, അതിനെ സ്ട്രിങ് ആയി കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു. ചില സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഇത് നിർബന്ധമായിട്ട് വരും. ഓക്കെ, പ്ലസ് ഇല്ലാതെ തന്നെ ചെയ്യാം. അതിൽ വെറുതെ സിമ്പിളായിട്ട് നമുക്ക് എക്സിനെ നമ്മളിങ്ങനെ കൊടുത്ത് വിചാരിക്കാം, ഇവിടെ എറർ ആയിട്ട് വരും. അവിടെ എന്തോ എറർ വരും, ഡാറ്റ ടൈപ്പ് മാച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അവിടെ വേറെ ട്രിക്ക് ഉണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രാക്ടിക്കലി പ്ലസ് ഇട്ടിട്ട് ഡബിൾ കോട്സ് ഇട്ടു. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ കൂടെ ഇൻറ്റീജറിനെ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തപ്പോൾ സ്ട്രിങ് കോൺകാറ്റനേഷൻ നടക്കും. അപ്പോൾ അതെന്ത് ഓട്ടോമാറ്റിക്കായിട്ട് എറർ പോയി. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് യൂസ് ചെയ്യാം. രണ്ട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡോട്ട് ടു സ്ട്രിങ് ഒരു ഒബ്ജക്റ്റിനൊക്കെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡോട്ട് ടു സ്ട്രിങ് യൂസ് ചെയ്യാം. ഡോട്ട് ട്രിം വളരെ യൂസ്ഫുൾ ആണ്. ലെഫ്റ്റ് സൈഡ് ആ സ്ട്രിങ്ങിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും യൂസർ അറിയാതെ ഇൻപുട്ടായിട്ട് ചിലപ്പോൾ എന്താണ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ഉള്ള എക്സ്ട്രാ സ്പേസിന് എന്ത് ചെയ്യും, ട്രിം എന്നുള്ള ഫംഗ്ഷൻ റിമൂവ് str.trim ഓഫ് കൊടുത്ത് എന്ത് ചെയ്യും, ആ സ്ട്രിങ്ങിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള എക്സ്ട്രാ സ്പേസുകൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. പിന്നുള്ളത് കണ്ടെയ്ൻസ്. ഒരു വലിയ സ്ട്രിങ്ങിന്റെ അകത്ത് ചെറിയ സ്ട്രിങ് ഉണ്ടോ ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് വലിയ സ്ട്രിങ്, ബിഗ് സ്ട്രിങ്. ഇനി എ ഡോട്ട് കണ്ടെയ്ൻസ്, വലിയ സ്ട്രിങ് ഡോട്ട് കണ്ടെയ്ൻസ് ഓഫ് വേറൊരു ചെറിയ സ്ട്രിങ് കൊടുക്കും. അപ്പോൾ ഈ വലിയ സ്ട്രിങ്ങിന്റെ അടുത്ത് ചെറിയ സ്ട്രിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് വാല്യൂ ട്രൂ റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫാൾസ് റിട്ടേൺ ചെയ്യും. മീൻസ് വലുത് ചെറുത് മീൻസ് നിങ്ങൾ പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് വലുതും ചെറുതൊക്കെ ആവും. അപ്പോൾ സ്ട്രിങ് str1 is equal to say like thank you. String str2 is equal to u. Okay, നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് if ആണ് ഇവിടെ ഇട്ടു, str1 dot contains str2. അപ്പോൾ str1ന്റെ അകത്ത് str2 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിന്റെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഫൗണ്ട് നോട്ട് ഫൗണ്ട് എന്ന് താഴെ എൽസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നോട്ട് ഫൗണ്ട് എന്ന് നോക്കാം. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം, കണ്ടെയ്ൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പിന്നുള്ളത് എൻഡ്സ് വിത്ത്. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ ആൾ എൻഡ് ചെയ്യുന്നത് ഇന്നതിലാണോ എന്ന് ചെക്ക് ചെയ്യണം. എ എന്നുള്ളത് വലിയൊരു സ്ട്രിങ് ആണല്ലേ. അപ്പോൾ നമുക്ക് നോക്കണം ഈ വലിയ സ്ട്രിങ് അവസാനിക്കുന്നത് എം എന്നുള്ള അക്ഷരത്തിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. വലിയ സ്ട്രിങ് എ ഡോട്ട് എൻഡ്സ് വിത്ത്, എൻഡ് ചെയ്യുന്നത് ഈ കൊടുത്തിട്ടുള്ളത് വെച്ചിട്ടാണോ എന്നാണ് ചോദ്യം. അപ്പോൾ എ എന്നുള്ള വലിയ സ്ട്രിങ് അവസാനിക്കുന്നത് എം കൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ട്രൂ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ അടുത്തതിൽ നമ്മളെന്താ COM വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് നോക്കും. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ ട്രൂ എന്ന് വരും, അല്ലെങ്കിൽ ഫാൾസ് വരും. ജസ്റ്റ് ആ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ട്രൂ എന്നാണ്. കാരണം എം വെച്ചിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത്, ഇവിടെ കോം വെച്ചിട്ട്. ഇനി നമുക്ക് മാറ്റി കൊടുക്കാം, MW വെച്ചിട്ടാണോ നോക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഫാൾസ് ആണ് വന്നത്. കാരണം എന്താ, MW വെച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്, എ എന്നുള്ള സ്ട്രിങ് അവസാനിക്കുന്നത്. ഓക്കെ,
അതാണ് കണ്ടെയ്ൻസ് ഉള്ളത്. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റിംഗ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യാറില്ല. ഗെറ്റ് ബൈറ്റ്സ് ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, എ ഡോട്ട് ഗെറ്റ് ബൈറ്റ്സ് സ്ട്രിങ്ങിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നോർമലി യൂസ് ചെയ്യും. ഫയലിൻ്റെ കേസിലൊക്കെ എന്ത് ചെയ്യും, ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് തന്നെ നോർമലി നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യണം. ബൈറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ്, അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എ ഡോട്ട് ഗെറ്റ് ബൈറ്റ്സ് എന്നുള്ളത് യൂസ് ചെയ്യും. Get chars. Okay, copy the content of string into a character array. Character array to convert ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, dot get chars യൂസ് ചെയ്യാം. അതുപോലെ is empty, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് is empty. ഒരു സ്ട്രിങ് empty ആണോ അല്ലേ, അതായത് null string. അപ്പോൾ ഈ സ്ട്രിങ് എന്താണ്, empty ആണ് അല്ലേ, അപ്പോൾ അത് true. a dot is empty എന്ന് ചെക്ക് ചെയ്ത് എന്ത് ചെയ്യും, അവിടെ പ്രിന്റ് ചെയ്ത് വരും എന്താണ്, ട്രൂ എന്നാണ്. ഈ ബീനെ ചെക്ക് ചെയ്താലോ അവിടെ ഫാൾസ് ആണ് വരിക, is empty എന്നുള്ളത്. Okay, similarly join, okay, used to join string with a given delimiter. Okay, given delimiter is copied with each element. Okay, ചില delimiters ഇതുപോലെ സ്ലാഷ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, ജോയിൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ സ്ട്രിങ്ങിലേക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് രണ്ടും ജോയിൻ ചെയ്തിട്ട് വരും. ഓക്കെ, പെർട്ടിക്കുലർ സാഹചര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ജോയിൻ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. നോർമലി നമുക്ക് അല്ലെങ്കിൽ പ്ലസ് ഇട്ടൊക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കോമ സെപ്പറേറ്റ് ചെയ്ത് വാല്യൂസ് ഒക്കെ തന്നെ ജോയിൻ ചെയ്യാൻ എടുക്കാൻ അവിടെ നമുക്ക് ഡോട്ട് ജോയിൻ എന്നുള്ളത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പ്ലസ് ഇട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന അക്ഷരം കൊണ്ടാണ്, നമ്മൾ എൻസ് വിത്ത് പറഞ്ഞത് അതേപോലെ തന്നെ. ഈ ഒരു ടെക്സ്റ്റ് STRന്റെ അകത്താണുള്ളത്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് കൊണ്ടാണോ എന്ന് നോക്കാൻ ഇങ്ങനെ കൊടുക്കാം. str ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത് ഓഫ് യെസ്, അത് സത്യമാണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, അതല്ല അത് ശരിയല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് കൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ എന്ന് ഇവിടെ പ്രിന്റ് ചെയ്ത് തരും. നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോർമലി നമുക്ക് ജാവയിൽ സ്ട്രിങ് വെച്ചിട്ട് ചെയ്യാറുള്ളത്. ബാക്കിയൊക്കെ ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ബാക്കി നിങ്ങൾ ചെറിയ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.